നന്ദൻ, കഴിഞ്ഞ ദിവസം മദ്രാസ് ഹൈക്കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റിസ് സ്വാമിനാഥനും പിന്നെ വേറെ ഒരു ജഡ്ജ്, ആ ജഡ്ജിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അതായത് കോയമ്പത്തൂരിൽ മാരിയമ്മൻ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് ഒരു വലിയ പള്ളി പണിതുകൊണ്ട് പള്ളി പണിയുന്നത് ദുരുദ്ദേശപരമാണ്, അത് നിർത്തിവെക്കണം, അതിൻ്റെ പണി ഉടനെ നിർത്തിവെക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഡിവിഷൻ ബെഞ്ചിൻ്റെ ജഡ്ജ്മെൻറ്റ് വന്നിരിക്കണം. ഈ അതായത് അവിടെ ആയിക്കൂടി ആ ഏരിയയിൽ 3-4 ക്രൈസ്തവ കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ. അവർക്ക് വേണ്ടി ഒരു വലിയ വിശാലമായ ഒരു പള്ളി പണിയുക എന്ന് പറയുന്നത് സാധാരണ യുക്തിക്ക് നിരക്കാത്തതാണത്. അതൊരു വലിയ സംഘർഷത്തിന് വഴിതെളിക്കും. അപ്പം ഇവിടെയാണ് ഈ തിമോത്തി ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ഇവാഞ്ചലിസ്റ്റ് സംഘടനയുടെ പ്രസക്തി വരുന്നത്. അവരാണ് അതിന് പിന്നില് അവർ നൽകിയ പൈസയായിരിക്കണം ഈ എന്താ പറയണേ ഈ പള്ളി പണിക്കും ഉപയോഗിക്കുക. കാരണം ഈ തിമോത്തി ഇനിഷ്യേറ്റീവിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ക്രൈസ്തവ മതം ആഗോളവൽക്കരിക്കണം. ഈ ലോകത്തിൽ ഒരു മതമേ ഉണ്ടാവാൻ പാടുള്ളൂ, അത് ക്രൈസ്തവ മതമായിരിക്കണം. എന്നിട്ട് അവർ പറഞ്ഞിരുന്നത് ഈ ഇവാഞ്ചലിസ്റ്റുകളുടെ പോപ്പിൻ്റെ ഉൾപ്പെടെ ഡൊമിനോ ജീസസ് എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ടായിരുന്നു 2000 അതിനകത്ത് പറഞ്ഞിരുന്നു പ്ലാന്റ് എ ക്രോസ് ഇൻ ഓൾ വില്ലേജസ് എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പൊ അത് മാറി. തിമോത്തിയുടെ ഇനിഷ്യേറ്റീവിന്റെ എല്ലാ ഗ്രാമങ്ങളിലും പള്ളി പണിയുക, പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ള എല്ലാ ഗ്രാമങ്ങളിലും പള്ളി പണിയുക, വൻ പള്ളി പണിയുക. അത് മാത്രമോ വേറൊന്നും കൂടിയുണ്ട്. പള്ളി പണികൾ എങ്ങനെയാണ്, മതപരിവർത്തനം നടത്തേണ്ടത് എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് തിമോത്തി ഇനിഷ്യേറ്റീവിൻ്റെ ഏജന്റുമാർക്ക് പഠിക്കാൻ വേണ്ടി അവർ പുസ്തകം 10 കോപ്പിയുള്ള 10 വോള്യമുള്ളൊരു പുസ്തകം, സമഗ്രമായ ഇതുള്ള ഒരു പുസ്തകം. ഞാൻ ആ പുസ്തകം വായിച്ചിട്ടില്ല, കാരണം അതിവിടെ കിട്ടണില്ല. ആ പുസ്തകം വരെ ഇറക്കിയിട്ടുണ്ട്. അപ്പം അത് പ്രത്യേക രീതിയിലാണ് പറയുന്നത്. പണ്ടത്തെ പോലെ ചെന്ന് ഈ സ്നേഹത്തിൽ കൂടി അതിലെ ഭീഷണി കൂടി അങ്ങനെയൊന്നും അല്ല. ഹിന്ദുക്കളുടെ ഇടയിൽ ചെല്ലുക, അവരിൽ ഒരാളാവുക, നിങ്ങൾ മതമാറ്റത്തിനാണ് വന്ന് എന്ന് അറിയിക്കാതിരിക്കുക. എന്നിട്ട് പതുക്കെ തുരപ്പൻ്റെ പണി ചെയ്ത് ഹിന്ദുമതം നശിപ്പിക്കുക. പിന്നെ ഇതിനും വേറൊരു പരിപാടിയുണ്ട്. ഹിന്ദുക്കളെ മാത്രമായിട്ട് മതപരിവർത്തനം നടത്തരുത്, ഇസ്ലാം മതവിശ്വാസികളെ, അതായത് മുസ്ലിങ്ങളെ മതപരിവർത്തനം നടത്തണം, നമ്മുടെ കൂടെ നിർത്തണം അവരെന്ന്. ഇതാണ് ഈ തിമോത്തി ഇനിഷ്യേറ്റീവിൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. തിമോത്തി ഇനിഷ്യേറ്റീവിന് എന്തൊക്കെ തന്നെ അവർ പറഞ്ഞാലും ഉള്ളൊരു വസ്തു, ഇതിനകത്ത് അവർ ഈ പള്ളി പണിയാന്നുള്ളതിനകത്ത് എനിക്കൊരു അത്ഭുതം തോന്നിയില്ല. കാരണം ഈ ചർച്ച് ക്രോസ് വയ്ക്കുന്നുണ്ട്, അവർക്ക് എന്താ പ്രയോജനം എന്താ ഉള്ളത്? ഈ പള്ളി പണിയാന്ന് പറഞ്ഞാൽ ആസ്തി വർദ്ധിപ്പിക്കുക എന്നാണ് ടാർഗറ്റ്. ഈ ആസ്തി ആരുടെയാണ് വർദ്ധിപ്പിക്കുക? ഇപ്പോൾ നേരത്തെ അങ്ങ് പറഞ്ഞ പോലെ തന്നെ അവിടെ കോയമ്പത്തൂർ 4-5 ക്രിസ്ത്യാനികളുള്ള സ്ഥലത്ത് പള്ളി പണിത്. ഈ പള്ളി പണിയുന്ന സ്ഥലത്ത് 4-5 ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ടല്ല പള്ളി പണിയുന്നത്. നമ്മൾ ധരിക്കുന്ന പോലെ ഈ പള്ളിയും പട്ടക്കാരും തമ്മിലുള്ള ബന്ധം വളരെ അകന്ന ബന്ധമാണ്. പള്ളിയും ക്രിസ്ത്യാനിയും തമ്മിലുള്ള ബന്ധം വളരെ അകന്ന ബന്ധമാണ്. പള്ളി എന്ന് പറയുന്നത് സ്ഥാപിക്കുന്നത് പലപ്പോഴും പള്ളിയിലെ അച്ഛന്മാർക്കും ബിഷപ്പുമാർക്കും വേണ്ടിയിട്ടാണ് പള്ളി. ഈ പള്ളി സാധാരണക്കാരന് വേണ്ടിയിട്ടല്ല. സാധാരണക്കാരൻ എവിടെ പള്ളി പോണേ? ഇപ്പോൾ ഇവിടെ നമ്മുടെയൊക്കെ നാട് തന്നെ എടുത്തു നോക്ക്. നമ്മുടെയൊക്കെ നാടുകളിൽ തന്നെ സ്ത്രീകൾ കുറച്ച് പേര് പള്ളിയിൽ പോകും. ഏത് പുരുഷന്മാരാണ് പള്ളിയിൽ പോകുന്നത്? അവർ ഞായറാഴ്ച മാത്രം പോകും. അത് വിദേശ രാജ്യങ്ങളിലേക്ക് എന്നുണ്ടെങ്കിൽ സ്ത്രീകളും പുരുഷന്മാരും പോകുന്നില്ല. ഇപ്പോൾ പല സ്ഥലങ്ങളിലുള്ള UK അടക്കമുള്ള പല സ്ഥലങ്ങളിൽ ഹൈന്ദവ പ്രസ്ഥാനങ്ങളുടെ ഓഫീസായിട്ട് പള്ളികൾ വിറ്റേക്കുകയാണ്. ഈ പള്ളി ഇഷ്ടംപോലെ വിൽക്കാനുണ്ട്. ബംഗാളിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഓഫീസ് പോലെയാ പള്ളി, ആർക്ക് വേണമെങ്കിലും മേടിക്കാം. അങ്ങനെ ഒരു വിൽപ്പന ചരക്കാക്കി മാറ്റിയിരിക്കുന്നു പള്ളികൾ. ഇതിനകത്ത് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുടെ ടാർഗറ്റ്, ഈ മതമേലധ്യക്ഷന്മാർ ഒരിക്കലും ക്രിസ്ത്യാനിയുടെ ഭാഗത്തല്ല, അവർ ക്രിസ്തുവിൻ്റെ വിരുദ്ധരാണ്. അത് എനിക്ക് കുറിച്ച് പറയാനുള്ളത് കൃത്യമായിട്ട്. ഇപ്പം നമ്മൾ ബൈബിള് വായിച്ചിട്ടുണ്ട്. ആ ബൈബിൾ എഴുതിയിരിക്കുന്ന പ്രധാനപ്പെട്ട ആളാരാണ്? ആ ബൈബിൾ എഴുതിയിരിക്കുന്ന ആൾക്ക് ജീസസായിട്ട് ബന്ധമുണ്ടോ? ബന്ധമില്ല. ജീസസിൻ്റെ കാലത്തുള്ളവരല്ല. ജീസസിനെ എതിർത്ത ആളുകളുടെ മറ്റേ ബൈബിളാണ് പള്ളികൾ വായിക്കുന്നത്. ഇവരല്ലാതെ ഒരു ധൈര്യം ഒന്ന് പറയട്ടെ. എനിക്കറിയാലോ, ഇവർ സാക്ഷാൽ ജീസസിനെ എതിർത്തിരിക്കുന്ന ആളുകളുടെ പിൽക്കാലത്ത് എതിർത്തിരിക്കുന്ന ആളുകൾ ബൈബിൾ ഉണ്ടാക്കിയിട്ട് ആ ബൈബിള് പള്ളികളിൽ വായിക്കുന്നു. ഇല്ലാന്ന് ഇവരൊന്ന് പറയട്ടെ. അല്ല, ഈ സെയിന്റ് ലൂക്ക്, സെയിന്റ് മാത്യൂസ് 4 പേരുടെ ഉണ്ട്. സെയിന്റ് ലൂക്കിന്റെ ഉണ്ട്, സെയിന്റ് മാത്യൂസിന്റെ ഉണ്ട്, പിന്നെ മത്തായി എന്ന് പറയുന്ന മത്തായി. അതെ മത്തായി ഉണ്ട്. വേറെ ആളും കൂടി ഉണ്ട്. അയാള് ഇവര് ജീസസിന് എതിരായിരുന്ന ആളും കൂടിയാണ്, സെന്റ് പോള്.
അതിൻ്റെ അയാളുടെ ഗ്രന്ഥം അടക്കം പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പം ഇന്ന് വെച്ചാൽ ക്രിസ്ത്യാനികളും ഈ പറയുന്ന ബിഷപ്പുമാരും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. അപ്പം അതുകൊണ്ടാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, എല്ലാ സ്ഥലത്തും ഇവർ ക്രിസ്ത്യാനികളിലേക്ക് ആളുകളെ കൂട്ടുന്നു. ക്രിസ്ത്യാനിയായിട്ട് ആളുകളെ കൂട്ടിയിട്ട് ഇവരെന്താ ചെയ്യുന്നത്? ഈ പള്ളിയുടെ ഉടമസ്ഥാവകാശം ആർക്കാണ്? പള്ളിയുടെ ഇപ്പം നമ്മുടെ നാട്ടിൻപുറത്തുള്ള പള്ളികളുടെ ഉടമസ്ഥാവകാശം ആർക്കാണ്? അതിൽ ക്രിസ്ത്യാനിക്ക് വല്ല പങ്കുണ്ടോ? ഒരു പങ്കും ക്രിസ്ത്യാനിക്കില്ല. മറിച്ച് ഇതിൻ്റെ ഉടമസ്ഥന് മുഴുവൻ ഈ പറയുന്ന പള്ളിയിലെ അച്ഛന്മാരും ബിഷപ്പുമാരാണ്. ഇപ്പം ഇവിടെ എടപ്പള്ളി പള്ളിയിലൊരു അച്ഛന് പഴയ കാലത്തൊരിക്കൽ എനിക്ക് ഓർമ്മയുണ്ട്, അയാൾ രാത്രി ഭണ്ഡാരം പൊട്ടിക്കാൻ വന്നപ്പോൾ അയാളെ ആളുകൾ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. അതിന് ചരിത്രം ഇതിന് ബാക്കിയുണ്ട്. ഇപ്പം ഞാൻ വേറെ ഒന്ന് പറയാറുണ്ട് സാർ, ഇപ്പോൾ നമ്മൾ വഖഫിൻ്റെ നിയമം വന്നു, 2013 വന്നേ, ഇന്ത്യൻ പാർലമെൻറ്റിൽ വന്നു, അവിടെ പാസ്സായി. നമ്മുടെ ബിഷപ്പുമാർ ഈ സാധനം അറിഞ്ഞില്ലേ? അവർക്കറിയാമായിരുന്നല്ലോ, ഇവിടെ അച്ഛന്മാർക്ക് അറിയാമായിരുന്നല്ലോ. 610 കുടുംബക്കാർ വൈപ്പിൽ കുടിയൊഴിക്കപ്പെടുമെന്നും വഖഫ് നിയമം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ക്രൈസ്തവരെയാണെന്നും ഉത്തമമായിട്ടുള്ള ബോധ്യമുള്ളവരാണ് കേരളത്തിലെ ബിഷപ്പുമാര്. ഇവിടുത്തെ ഏത് ബിഷപ്പിനെ അറിയാത്തുള്ളത്? ഞാൻ അവരുടെ യോഗത്തിൽ സംസാരിച്ചിട്ടുണ്ടല്ലോ. ഏതെങ്കിലും ബിഷപ്പിന് ഈ വസ്തുത അറിയില്ല എന്ന് പറഞ്ഞ് ഞാൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കും. ബിഷപ്പിന് അറിയാം വിവരം, എല്ലാ ബിഷപ്പുമാർക്കും അറിയാം, എല്ലാ പള്ളിയിലച്ചന്മാർക്കും അറിയാം. അവർ കാവട്ടും കൊണ്ട് മറച്ചു വെക്കുകയായിരുന്നു. അവരെ കളവാണിത്. അവർ ക്രിസ്ത്യാനിക്കെതിരാണ്. ഇതിനകത്ത് കുടിയൊഴിപ്പിക്കപ്പെടുന്ന ആരാണ്? വളരെ പാവപ്പെട്ട ക്രിസ്ത്യാനിയാണ്. ആ പാവപ്പെട്ട ക്രിസ്ത്യാനി കുടിയൊഴിപ്പിക്കപ്പെടുന്ന സമയത്ത് ഇവരാകെ ഒറ്റ കാര്യം നോക്കിയുള്ളൂ, ഞങ്ങളുടെ പള്ളിക്ക് വല്ലതും ബാധിക്കുമോ എന്നുള്ളത്. പള്ളി ഇവരുടെ ആരാധനാലയമല്ല, പള്ളി ഇവരുടെ സ്ഥാവര ജംഗമ സ്വത്താണ്. ഈ സ്വത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പള്ളിയിലെ അച്ഛന്മാർക്കും ബിഷപ്പുമാർക്കും താല്പര്യം അതിനകത്തുള്ളത്. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, പള്ളിയിൽ ബിഷപ്പുമാരിലെ അഴിമതി നടത്താത്തൊരു ബിഷപ്പിൻ്റെ പേര് വരുന്നു പറയട്ടെ, ഒരു ബിഷപ്പിൻ്റെ പേര് വരുന്നു പറയട്ടെ. ഇവർക്ക് പറയാൻ സാധ്യമല്ലല്ലോ. ഇടയ്ക്ക് തന്നെ എറണാകുളത്തിൻ്റെ ഒരു ബിഷപ്പ് ഉണ്ടായിരുന്നു, ആർച്ച് ബിഷപ്പ്. അദ്ദേഹം 10 കോടിക്ക് വാങ്ങിച്ച ഭൂമി 28 കോടിക്ക് വിറ്റ് 18 കോടിയുടെ അഴിമതി നടത്തി. അതിനെക്കുറിച്ച് വേറൊരു പള്ളിയിൽ അച്ഛനാ, മെത്രാനാവാൻ വേണ്ടി നടന്നിട്ടുള്ള അച്ഛനാണ് അത് കുത്തിപ്പൊക്കി കൊണ്ടുവന്നു. അതിനുശേഷം അദ്ദേഹം സ്വന്തമായിട്ട് മറ്റേ ബിഷപ്പിൻ്റെ പേര് സ്വന്തമായിട്ട് ബാങ്കിൻ്റെ പാസ്ബുക്ക് ഉണ്ടാക്കി. ഇവിടെ ഏത് മതക്കാരെ ബാങ്കിൻ്റെ പാസ്ബുക്ക് ഉണ്ടാക്കുക? ബാങ്കിൻ്റെ പാസ്ബുക്ക് ഉണ്ടാക്കണമെങ്കിൽ ലോഹ എടുത്തിട്ടുള്ള ആളുകൾക്ക് പറ്റുള്ളൂ. അതിനാണ് സാധാരണ പറയാറുണ്ട്, വാക്ക് പറയാറുണ്ട്, ഒരു ലോഹിക്കൽ ഹെജിമണി കേരളത്തിലുണ്ട്. ലോഹിക്കൽ ഹെജിമണി. ഇപ്പൊ നമ്മൾ ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്നൊക്കെ പറയില്ലേ, അതേപോലെ സാമൂഹ്യ രംഗത്തൊരു ഒരു ലോഹിക്കൽ ഹെജിമണിയും രാഷ്ട്രീയ രംഗത്തൊരു തങ്ങളിക്കൽ ഹെജിമണിയും കേരളത്തിലുണ്ട്. ഈ 2 ഹെജിമണികളാണ് കേരളത്തെ ഈ തരം ഏറ്റവും വരുന്ന ദൂഷ്യമായുള്ള വശത്തിലേക്ക് കേരളത്തിലേക്ക് എത്തിക്കുന്ന ഇവരാണ്. ഇതിൽ പള്ളിയിലച്ചന്മാർ പങ്ക് വളരെ വലുതാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, മതപരിവർത്തനം നടത്തിയിട്ട് പള്ളിയിലച്ചന്മാര് ആർക്കാണ് ഇവരെ കൊണ്ട് കൊടുക്കുന്നത്? ഇപ്പൊ സിറിയയിലെ സുറിയാനി സഭയുടെ ആസ്ഥാനമാണ് സിറിയ. അവിടെ 95% വരുന്ന ആളുകൾ ക്രിസ്ത്യാനികളായിരുന്നു. ഇപ്പൊ എത്ര ശതമാനം ക്രിസ്ത്യാനി ഉണ്ട് അവിടെ? അവിടെ 5% ഇല്ല. അവിടെ ഉള്ളത് ആ ഒരു ഇവരുടെ ആസ്ഥാനമുണ്ട് അവിടെ, സുറിയാനി സഭയുടെ. ആ ആസ്ഥാനത്തിന്റെ ചുറ്റുപാടും ഇസ്ലാമിക തീവ്രവാദികളുടെ കയ്യിലാണ്. 98% ആളുകളും മുസ്ലിങ്ങളാണ്. അങ്ങനെ ആയി കൊടുത്താരാ? ഈ ബിഷപ്പുമാരല്ലേ, ഈ പള്ളിയിലച്ചന്മാരല്ലേ. ഇവർ ഔദാര്യത്തിന്റെ പുറത്ത്, ഇനി ഇവർ പണം എത്രത്തോളം വാങ്ങിച്ചു എന്ന് എനിക്കറിയില്ല, പക്ഷെ ഇവർ പണം വാങ്ങിക്കാണ്ട് ക്രിസ്ത്യാനിയുടെ ചരിത്രം പരിശോധിച്ചാൽ, ബിഷപ്പുമാരുടെ ചരിത്രം പരിശോധിച്ചാൽ, പള്ളിയിൽ അച്ഛന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ പണം വാങ്ങിക്കാണ്ട് ഇവരൊന്നും ചെയ്യില്ല. ഇവർ പണം വാങ്ങിച്ച് തന്നെയാണ് ചെയ്യുക. ഇപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, മാർപ്പാപ്പയുടെ പണി എന്താ ഇപ്പോഴത്തെ? സാക്ഷാൽ മാർപ്പാപ്പ ലോകം മുഴുവൻ നടന്നിട്ട് മാപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തിനൊക്കെ മാപ്പ് പറയുന്നത്? ആദ്യകാലത്ത് പറഞ്ഞു റെഡ് ഇന്ത്യൻസിനെ അവിടെ അമേരിക്കയിൽ അവരെ ചൂഷണം ചെയ്തു, അതിനെതിരായിട്ട് ഞാൻ മാപ്പ് പറയാമെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ബിഷപ്പുമാരും അച്ഛന്മാരും ആളുകളുമായിട്ട് കുട്ടികളെ അടക്കം വെച്ചുകൊണ്ട് ലൈംഗിക വീഴ്ച നടത്തുന്നു, അതിനെതിരായിട്ട് ഞങ്ങൾ മാപ്പ് പറയുന്നു പറയുന്നു. ഇപ്പം എന്തൊക്കെ കാര്യത്തിന് ഈ പുള്ളി ഇപ്പോൾ മാപ്പ് പറഞ്ഞിട്ടുണ്ട്, പുതിയ ആള്. അങ്ങനെ നിരന്തരമായിട്ട് മാപ്പ് പറയുന്ന യന്ത്രമായിട്ട് മാർപ്പാപ്പയെ മാറ്റിയതിൽ ഇവിടുത്തെ ബിഷപ്പുമാർക്കും പള്ളിയിലച്ചന്മാർക്കും വലിയ പങ്കാണുള്ളത്. ഈ മാർപ്പാപ്പ തന്നെ മതപരിവർത്തനത്തിന് ഏറ്റവും കൂടുതൽ നേതൃത്വം നൽകുന്ന ആളാണ്. പെറുവിലായിരുന്നു ഇയാൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളിൽ 90%-നോ 95%-നോ കത്തോലിക്ക സമുദായത്തിലേക്ക് കൊണ്ടുവരാൻ പ്രധാന പങ്ക് വഹിച്ചത് ഈ ഇപ്പോഴത്തെ ലിയോ എന്ന് പറയുന്ന മാർപ്പാപ്പയാണ്. ഈ മാർപ്പാപ്പയാണ് പങ്കുവഹിച്ചത്. പെറുവിലെ അയാളാണ് പങ്കുവഹിച്ചത്. അയാൾ മാത്രമല്ല, ക്രൈസ്തവ സഭാ നേതൃത്വത്തിലുള്ളവരിൽ ഇവാഞ്ചലൈസേഷനെ എതിർക്കുന്നവരാരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. ഇല്ല, എല്ലാവരും ഇവാഞ്ചലൈസേഷൻ്റെ കൂടിയാണ്. മതപരിവർത്തനം നടത്തിയിട്ട് പണം വാങ്ങിക്കുന്നവരാണ് ഇവരൊക്കെ. അത് കഴിഞ്ഞിട്ട് ഇവരിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞാട് പിടുത്തമുണ്ട്. അതെങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കത്തോലിക്കരെ മുഴുവൻ ഇവർ നമ്മുടെ പെന്തിക്കോസ്തുകാരെ കുഞ്ഞാട് പിടിക്കും. ആ പെന്തിക്കോസ്തുകാരെ യഹോവ സാക്ഷികൾ കുഞ്ഞാടിനെ പിടിച്ചുകൊണ്ട് പോകും.
അതായത് ഒരു സ്ഥലത്ത് നിന്ന് ഒരു കൂട്ടിച്ചെന്നിട്ട് അവിടെ നിന്നുള്ള ആട്ടുംകുഞ്ഞിനെ എടുത്തുകൊണ്ട് കത്തോലിക്കൻ്റെ ആട്ടുംകുഞ്ഞിനെ എടുത്തുകൊണ്ട് പെന്തിക്കൊസ്തുകാർ പോകുന്ന സമയത്ത് അവൻ അതിനെ അവിടെ താഴത്ത് തൊഴുത്തിൽ വെച്ചാൽ മതി, അവനെടുത്തുകൊണ്ട് യഹോവ സാക്ഷികൾ ഓടും. ഇങ്ങനെയുള്ള കുഞ്ഞാട് പിടുത്തം എന്ന് പറയുന്ന സാധനം സാക്ഷാൽ ജീസസ് പറഞ്ഞ് കുഞ്ഞാട് പിടുത്തം ഈ പറയുന്ന പള്ളിയിൽ അച്ഛന്മാരെ ഉദ്ദേശിച്ചിട്ടാണ്, ഈ പറയുന്ന ബിഷപ്പ്മാരെ ഉദ്ദേശിച്ചിട്ടാണ്. ഇവരിലേറെ പെങ്കും അഴിമതി നടത്തുന്നവരാണ്. ഇവർക്ക് നേരത്തെ പറഞ്ഞ വഖഫ് നിയമം ഇവർക്ക് നേരത്തെ അറിയാമായിരുന്നു. ഇത് ക്രിസ്ത്യാനികളുടെ ഭൂമി പോകുന്നവർക്ക് നിശ്ചയമുണ്ട്. അങ്ങനെ ഭൂമി പോകുന്ന നിശ്ചയമുണ്ടായിട്ട് പോലും പാവപ്പെട്ട ക്രിസ്ത്യാനികളെ പറഞ്ഞ് പറ്റിച്ചത് ഇവിടുത്തെ അച്ഛന്മാരാണ്, ഇവിടുത്തെ ബിഷപ്പ്മാരാണ്. അതുകൊണ്ടാണ് ഒന്ന് ആലോചിച്ച് നോക്കുക, ആ നിയമം കൊണ്ടുവന്ന കോൺഗ്രസിൻ്റെ കൂടെയല്ലേ ഇവരിപ്പോൾ ഉള്ളത്. അതിന് വോട്ട് ചെയ്തിട്ടുള്ള പാർലമെന്റ് മെമ്പറെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ബിഷപ്പുമാരും അച്ഛന്മാരും ഒക്കെ ലോഹയും ചുരുട്ടിക്കെട്ടിക്കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എന്താ? നക്കാപ്പിച്ച കിട്ടിയിട്ടുണ്ടെന്ന് തന്നെയാണ് അർത്ഥം. ഈ പണം വാങ്ങിച്ചതിൻ്റെ പേരിലാണ്. ഈ ഇത്തരം അവിഹിതമായിട്ട് ധനസമ്പാദനമാണ് പള്ളിയിലച്ഛന്മാരെയും ബിഷപ്പുമാരെയും പ്രധാനപ്പെട്ട ദൗത്യം എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയം സംബന്ധിച്ചില്ല. നന്ദൻ, ഇതുവരെ അവർ ടാർഗറ്റ് ചെയ്തിരുന്നത് ഹിന്ദുക്കളെയായിരുന്നു. ഇന്ത്യയിൽ ഹിന്ദുക്കളെയാണ് മതപരിവർത്തനത്തിന് അവർ ലക്ഷ്യമിട്ടിരുന്നത് മുഴുവനും. ഇപ്പോഴത്തെ ഈ തിമോത്തി ഇനിഷ്യേറ്റീവിൻ്റെയും അതുപോലെ മാർപ്പാപ്പയുടെയും ഇപ്പോഴത്തെ മാർപ്പാപ്പയുടെയും പുതിയ നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഹിന്ദുക്കളിൽ മാത്രമായിട്ട് ഒതുക്കല്ല മതപരിവർത്തനം, മുസ്ലിങ്ങളെയും വേണമെങ്കിലും മതപരിവർത്തനം നടത്തി നമുക്ക് അങ്ങനെ നടത്താനൊക്കെ ഇവർ ഇറങ്ങിക്കോട്ടെ, വിരോധമൊന്നുമില്ല. പിന്നെ കയ്യും കാലും ഇല്ലാത്ത അച്ഛന്മാരും ബിഷപ്പുമാരെയൊക്കെ നമ്മൾ കണ്ടുവരും. കാരണം ലോകത്തിൻ്റെ ചരിത്രത്തിൽ മുസ്ലിമിന് മതപരിവർത്തനം നടത്താൻ എവിടെയെങ്കിലും ഇവർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആദ്യകാലത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കുരിശുദ്ധമൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ്. ആ കുരിശുദ്ധം ഒരു കയ്യിൽ ബൈബിളും മറുകയിൽ തോക്കുമായിട്ടുള്ള കുരിശുദ്ധമൊക്കെ ഇവർ നടത്തിയിട്ടുണ്ട്. ആ കാലത്തൊക്കെ സാധിച്ചിരുന്നത് ശരിയാണ്. അന്ന് ഇവർ സെമിറ്റിക് മതത്തിൻ്റെ ഭാഗമായിട്ട് ചില യൂറോപ്പിലും ചില സ്ഥലങ്ങളിലൊക്കെ ഇവർ മതപരിവർത്തനം നടത്തിയിട്ടുണ്ട്. ആഫ്രിക്കയിൽ ഇവർ മതപരിവർത്തനം നടത്തിയിട്ടുണ്ട്. ആ തരം ഒരു പരിശ്രമം ഇവരിന്ന് ലോകത്തിലെടുത്താലേ ഇവരെ മുസ്ലിങ്ങൾ കൈകാര്യം ചെയ്യാൻ പോകുന്ന രീതി അത് അത്യന്തം ദയനീയമായിരിക്കും, വളരെ ദയനീയമായിരിക്കും. ഇവരെ കൈകാര്യം ചെയ്യുന്നുള്ള കാര്യത്തിൽ എനിക്കതൊരു സംശയവുമില്ല. ഒരു കാര്യം കൂടി പറയട്ടെ നന്ദൻ, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഒരു 6 പേർക്കെതിരായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരാതിയുടെ പുറത്ത് ബാംഗ്ലൂരിലെ കോതന്നൂർ പോലീസ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൽ മലയാളികളാണെന്ന് തോന്നുന്നു പേര് കേട്ടിട്ട്. ഇത് അജിത് മാത്യു, വർഗീസ് രാജൻ, ജോനാഥൻ രാജൻ, പിന്നെ മാർക്ക് മൈക്കോ മാർക്ക് എന്നൊക്കെ പറഞ്ഞ 6 പേര്. ഇതൊക്കെ ഈ കേരളത്തിൽ നിന്ന് പോകുന്ന ചില ചാവേറുകളാണ്. അജിത് വർഗീസ് മത്തായി, വർഗീസ് ചാക്കോ, ബബ്ലു കുർമി, സുപ്രീം ജോയ്, ഇങ്ങനെ തുടങ്ങിയ 6 പേരും. പിന്നെ അമേരിക്കയിലുള്ള തിമോത്തി ഇനിഷ്യേറ്റീവ് 7ാം പ്രതി. ഈ തിമോത്തി ഇനിഷ്യേറ്റീവിൽ നിന്നാണ് ഇവരുടെ പണം വരുന്നത്. അങ്ങനെ പണം ഉപയോഗിച്ചിട്ട് ജോർജ് സോറോസ് അടക്കമുള്ള ആളുകൾ കൊടുക്കുന്ന പണം വെച്ചിട്ടാണ് ഇവർ പ്രവർത്തനം നടത്തുന്നത്. ഈ പ്രവർത്തനം വെച്ചിട്ട് മതപരിവർത്തനം നടത്താനുള്ള പരിശ്രമമാണ് നടത്തുക. അത് ഹിന്ദുക്കളെ ഒരു പരിധിവരയ്ക്ക് ഒരു വിജയിക്കുന്ന വസ്തുതയാണ്. പക്ഷേ ഹിന്ദുക്കളെ സംബന്ധിച്ച് അതിന് പരിമിതികൾ ഒരുപാട് ഇവരെ സംബന്ധിച്ചുണ്ട്. പഴയ കാലത്തെ കൂട്ടല്ല ഹിന്ദു അതിശക്തമായിട്ട് പ്രതികരിക്കും. അങ്ങനെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ലോഹ അഴിച്ചു വെച്ചിട്ട് ഓടേണ്ടതായിട്ടുള്ള സ്ഥിതി വരും. എനിക്ക് അക്കാര്യത്തിൽ ഒരു സംശയം വേറൊരു കാര്യമുണ്ട് ഇതിനകത്ത്. ഇവർ ഈ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സാമ്പത്തികമായിട്ട്. നമ്മുടെ ഉദയൻ നമ്പൂരിയുടെ പുസ്തകമുണ്ട്. ഉദയൻ നമ്പൂരിയുടെ പുസ്തകത്തിനകത്ത് ഞാൻ അതിന്റെ ആ ബുക്കിന്റെ പേര് ഞാൻ മറന്നു. കൽക്കട്ട ടു ഇവിടെ സീനിയർ എഡിറ്റർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ പുസ്തകത്തിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ തരം ആളുകൾ ഇവര് ഒരുപാട് എക്സ്ട്രീം ലെഫ്റ്റിസ്റ്റുകളെ പോഷിപ്പിക്കുന്നുണ്ട്. അവർക്ക് ഇവർ ഉണ്ടാക്കുന്ന പണം അവർക്ക് കൊടുക്കുന്നുണ്ട്. അവരിവരുമായിട്ടൊരു ടൈപ്പ് ഉണ്ട്. അങ്ങനെയാണ് നോർത്ത് ഈസ്റ്റിലേക്ക് ഇവർ വലിയ പരിശ്രമം നടത്തിയിട്ടുള്ളത്. പക്ഷെ അതിനൊക്കെ തിരിച്ചറിയത്തക്ക രീതിയിൽ ഹൈന്ദവ ശക്തികൾ ഇന്ത്യയിൽ ഉണർന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓർമ്മയില്ലേ സ്വാമി ലക്ഷ്മണാനന്ദ സരസ്വതി പറഞ്ഞ സ്വാമിജീനെ വെടിവെച്ച് കൊന്നത് മാവോയിസ്റ്റുകളാണ് ചെയ്തത്. ഈ പറയുന്ന ഒരു സ്റ്റാൻ സ്വാമി എന്നൊക്കെ ഒരു പാതിരി ഉണ്ടായിരുന്നു. അയാളുടെ നിർദ്ദേശപ്രകാരമാണ് ചെയ്തത്. അതേപോലെ തന്നെ ഛത്തീസ്ഗഡിൽ ഒരു വിനോദ് ചൗബെ എന്ന് പറഞ്ഞ പോലീസ് കമ്മീഷണർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ വധിച്ചതിന് പിന്നിലും ഈ സ്റ്റാൻ സ്വാമി ഉണ്ട്. അത് കൂടാണ്ട് ഒരു ഡോക്ടർ ദമ്പതികളും ഉണ്ടായിരുന്നു. ഈ ഡോക്ടർ ദമ്പതികളെല്ലാവരും ഡോക്ടറെ പിടിച്ച് ജയിലിലിട്ടിട്ട് ആഗോളതലത്തിൽ ഇവരുടെ ഇക്കോസിസ്റ്റം വെച്ച് പ്രചരിപ്പിച്ചു. അയാൾ നിരപരാധിയാണ്. ഇവരെ സംബന്ധിച്ച് ഇവരെ ഏത് കുറ്റവാളി പിടിച്ചാലും അതിൽ ക്രൈസ്തവ നാമധേയം ഉണ്ടെങ്കിൽ ഈ പറയുന്ന ആൾ പള്ളിയുടെ ആളാണ്, ഈ പറയുന്ന ആളുകൾ ബിഷപ്പുമാരുടെ ആളുകളാണ്, ഇവർ പള്ളിയിലെ അച്ഛന്മാരുടെ ആളുകളാണ്. അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഒരു അന്തർദേശീയ പ്രശ്നമായിട്ട് മാറ്റിയെടുക്കുന്ന കാര്യത്തിൽ അവർ പലപ്പോഴും വലിയ ശ്രമം നടത്താറുണ്ട്. ഒരു പരിധിവരെയൊക്കെ അവർ വിജയിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്.
കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ. അവിടെയും ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.